നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാനും സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ചുമെല്ലാം എങ്ങനെ അടച്ചുപൂട്ടൽ വക്കിൽ എത്തിക്കാമെന്ന് മാത്രമേ പിണറായി വിജയൻ സർക്കാരിന് അറിയൂ സുഹൃത്തുക്കളെ. അല്ലാതെ ചിലവ് കുറച്ചുകൊണ്ടുള്ള ഒരു നിയമസഭ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നവകേരള സദസ് എന്ന ഊരുചുറ്റൽ. എന്നാൽ അടുത്ത നാടകത്തിന് ഇപ്പോൾ കർട്ടൻ പൊക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 4 മാസം മുൻപ് മുഖ്യമന്ത്രി നൽകിയ ഓണസദ്യക്കായി 7.86 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. അതായത് സർക്കാർ ചെലവിൽ മുഖ്യമന്ത്രി നടത്തിയ ലക്ഷങ്ങളുടെ ഓണസദ്യയുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് ഈ മാസം 13-ന് അധിക ഫണ്ട് അനുവദിച്ചത്. ഓഗസ്റ്റ് 26-ന് നിയമസഭാ മന്ദിരത്തിൽ നടന്ന സദ്യക്കായി 19 ലക്ഷം രൂപ നവംബർ 8-ന് അനുവദിച്ചിരുന്നു. അധിക തുക കൂടി അനുവദിച്ചതോടെ ഓണസദ്യക്ക് ആകെ ചിലവ് 26.86 ലക്ഷം രൂപയായി. ഏത് വകയിലാണ് അധിക തുക അനുവദിച്ചതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുമില്ല. എന്നാൽ ഇത്രയും ഭീമമായ തുക ചിലവാക്കിയ സദ്യയിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് കൃത്യമായ കണക്കില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയ മറുപടി. 5 തരം പായസം ഉൾപ്പെടെ 65 വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയാണ് സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനം വിളമ്പിയത്. സ്പീക്കർ AM ഷംസീറും നിയമസഭയിൽ ഓണസദ്യ ഒരുക്കിയിരുന്നു. ഇത് കൂടാതെയായിരുന്നു പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രിയുടെ നല്ല അസൽ ഓണസദ്യ വിളമ്പിയത്. പുതുവർഷ പിറവിയോടനുബന്ധിച്ച് 3-ന് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി വിരുന്നൊരുക്കുന്നുണ്ട്. പ്രമുഖർക്കായി ഓഗസ്റ്റ് 26-നാണ് മുഖ്യമന്ത്രി നിയമസഭാ മന്ദിരത്തിൽ ഓണസദ്യ ഒരുക്കിയത്. സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ബില്ലുകൾ പരിശോധിച്ച ശേഷം 19,130,000 രൂപ അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയായിരുന്നു. വിനോദ സംബന്ധികളായ ചെലവുകളിൽ ഉൾപ്പെടുത്തിയാണ് നടപടി. ഇത്രയും തുക ചെലവായെങ്കിലും എത്ര പേർ സദ്യക്ക് എത്തി എന്നതിന് കൃത്യമായ കണക്കില്ല. പക്ഷേ പരിപാടിയുടെ ക്ഷണപത്രം അടിച്ച വകയിൽ 15,400 രൂപയും ചെലവാക്കി. വിവരാവകാശ നിയമപ്രകാരം ആദ്യം നൽകിയ അപേക്ഷയിൽ മറുപടി നൽകാതിരുന്നതിന് ശേഷം അപ്പീൽ നൽകിയതോടെയാണ് കണക്കുകൾ വെളിപ്പെടുത്തിയത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന S മണികുമാറിന് യാത്രയയപ്പ് നൽകാൻ കോവളത്ത് 10 പേർ പങ്കെടുത്ത പരിപാടിക്ക് 1,25,000 രൂപ ചെലവാക്കിയതിന്റെ കണക്കും അടുത്തിടെ പുറത്തു വന്നിരുന്നു. അതേസമയം മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന KV തോമസിന് 12.5 ലക്ഷം ഓണറേറിയം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ് KV തോമസ് ചുമതലകൾ നിർവഹിക്കുന്നത്. ട്രഷറി നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയാണ് പണം അനുവദിച്ചതെന്നാണ് വിവരം. KV തോമസിന്റെ 4 സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് KV തോമസ് കോൺഗ്രസ് അന്ന് വിട്ടത്. KV തോമസ് കോൺഗ്രസ് വിട്ട സംഭവം ഏറെ ചർച്ചയുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെ CPM വേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടി അദ്ദേഹം പ്രചാരണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ CPM-മായി സഹകരിക്കുകയാണ് KV തോമസ്. എന്നിരുന്നാലും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഉഴലുന്ന സാധാരണക്കാരെ നോക്കി സർക്കാർ പല്ലിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖജനാവ് കാലിയായി എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ധൂർത്തിനും ഒരു കുറവുമില്ല എന്നതാണ് വിചിത്രമായി തോന്നുന്നത്.